ഹായ് ഓൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ 10 ways ഓഫ് പാസീവ് ഇൻകം എന്നുള്ള വീഡിയോയിൽ കണ്ടമാനം പേര് കമൻറ്റ് ചെയ്തിരുന്നു. എൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റിംഗ് കമൻറ്റ് ഉണ്ടായിരുന്നു, ഒരു 12-15 ലൈക്കും ഉണ്ടായിരുന്നു. ബിടെക് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അതിന് റിപ്ലൈ ചെയ്തിരുന്നു. ഓക്കെ, എന്തായാലും 25,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ 25,000 സബ്സ്ക്രൈബർ വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നുള്ള കഥ പറഞ്ഞു തരാമെന്നുള്ള കാര്യം. ഇതൊരു കഥയാണ്. അപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിക് കാര്യങ്ങളും കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ഡ്രാഗിങ് ആയിട്ട് തോന്നും. എന്നാലും ഞാൻ കഴിയണതും ബോറടിപ്പിക്കാതെ ശ്രമിക്കാം. സോ കീപ് വാച്ചിങ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ കലൂര് ഗ്രീറ്റ്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത്. LKG തൊട്ടിട്ടേ അവിടെയാണ്. 3ാം ക്ലാസ്സിൽ മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി 3 സബ്ജക്റ്റിലും ഫെയിലായിട്ട് വിത്ത്ഹെൽഡ് ആയിട്ടുണ്ട്. 4, 5, 6, 7 ഒക്കെ വളരെ ആവറേജ് ആയിട്ട് 2 സബ്ജക്റ്റൊക്കെ ഫെയിലായി അങ്ങനെ പഠിച്ചിരുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ യൂഷ്വലി എക്സാമൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ഹൗസിന് വിളിക്കുമ്പോൾ വാപ്പയമ്മയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്, ഇത്രയും സബ്ജക്റ്റ് ഫെയിലായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റ്. കാരണം വേറെ എന്താണെന്ന് അറിയില്ല, എനിക്കത് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനറിയില്ല. യൂഷ്വലി 9ലൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷൻ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ബെഞ്ചിലോ തേർഡ് ബെഞ്ചിലൊക്കെ ഇരിക്കുക, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ടീച്ചർ ഇങ്ങനെ വന്നിങ്ങനെ നോക്കും. അപ്പോൾ ടീച്ചർ വരുന്ന ടൈം ആകുമ്പോൾ ഞാനിങ്ങനെ പേജ് മറയ്ക്കും. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ കണ്ണപ്പുറത്തായിരിക്കും. അപ്പുറത്ത് നല്ലൊരു പഠിക്കുന്ന ഒരു പയ്യനുണ്ടായി, ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ബുക്ക് നോക്കി ഇങ്ങനെ എഴുതും. എന്നിട്ട് ടീച്ചർ വരുമ്പോൾ ഇങ്ങനെ പേജ് മറയ്ക്കും. ഒരു പ്രാവശ്യം ടീച്ചർ അങ്ങനെ പിടിച്ചിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനെ പേജ് മറയ്ക്കുമ്പോൾ ടീച്ചർ തിരിച്ച് പേജ് മറിച്ചപ്പോൾ എൻ്റെ അകത്ത് കാലിയാന്നുള്ള മനസ്സിലായി. കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, കുറേ കളിയാക്കിയിട്ടുണ്ട്. എന്നും ചോദിക്കും എന്താണ് d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എന്നും ചോദിക്കും. ഉത്തരം 1 ആണെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും 0 എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കി എല്ലാവരും ചിരിക്കുക, അങ്ങനെ ഒരു ആളായിരുന്നു. മാത്സ് എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഫെയിലും ആയിട്ടുണ്ട്. അങ്ങനെ 10th സ്റ്റാൻഡേർഡ് ആയപ്പോൾ എനിക്ക് 10th എക്സാമിന് ഒരു 76% കിട്ടി. അപ്പോൾ മാത്സ് അറൗണ്ട് 70% എന്തോ മാർക്ക് ഉണ്ടായിരുന്നു. 10th ജസ്റ്റ് ഈസി ആയിട്ട് അങ്ങനെ വന്ന്, കറക്റ്റ് ഓർമ്മയില്ല, ഏകദേശം അത്ര മാർക്ക് ഉണ്ടായിരുന്നു. അന്ന് 2 പഠിത്തവും നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ, ഒന്നെങ്കിൽ എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, വേറെ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പം അന്നൊക്കെ നമുക്കൊരു തിങ്കിങ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഫീൽഡിലേക്ക് പോണവരൊക്കെ മാർക്ക് കുറഞ്ഞവരാണ് കൊമേഴ്സ് ഫീൽഡിൽ പോണത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുക ഏതാ പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു സ്റ്റൈലിന് കുറച്ച് ബുദ്ധിയുള്ളവരൊക്കെ ബയോളജിയും മാത്സ് കൂടി പഠിക്കും, ബയോമാത്സ് പഠിക്കും. പക്ഷേ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സ്ട്രീം എന്ന് പറഞ്ഞാൽ മാത്സ് കമ്പ്യൂട്ടർ എന്നുള്ള സ്ട്രീമാണ്. അപ്പോൾ അത് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വാപ്പൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അപ്പോൾ ഞാൻ മാത്സ് കമ്പ്യൂട്ടർ എടുക്കണമെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് നിങ്ങൾക്ക് മാത്സ് നല്ല ടഫല്ലേ, 10th ഇത്രയും മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് ടഫാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് പറയണതാണ് വലിയ കാര്യം. ഓക്കെ, ആ കൂടെ 2 കാര്യം അറിയുള്ളൂ, ഡോക്ടർ, എഞ്ചിനീയർ. അപ്പോൾ എഞ്ചിനീയറിങ് പഠിക്കണമെങ്കിൽ മാത്സ് വേണമെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഞാൻ വാപ്പൻ്റെ അടുത്ത് പറഞ്ഞില്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അതൊക്കെ എടുക്കണത്, പിന്നെ എനിക്ക് എഞ്ചിനീയറിങ്ങിന് പോകാനാണ് എനിക്ക് താല്പര്യം എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒന്ന് എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നോക്കിയോ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ 11th മാത്സ് കമ്പ്യൂട്ടർ കിട്ടി. പിന്നെ എന്നും ട്രാജഡി ആയിരുന്നു. 11th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി 3 സബ്ജക്റ്റും ഫെയിലാവും. ആകെ 5 സബ്ജക്റ്റേ ഉള്ളൂ, കമ്പ്യൂട്ടറും ഇംഗ്ലീഷേ ഉള്ളൂ ബാക്കി. പക്ഷെ എപ്പോഴും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എപ്പോഴും ഫെയിലാവും. മാത്സ് എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക് കുറവാണ്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ജസ്റ്റ് കുറേ തിയറി അതൊക്കെ ഉണ്ട്, പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് തോന്നുന്ന തിയറി അതൊക്കെ അതായത് ചെയ്തു പോകും. അങ്ങനെ 11th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് ആയപ്പോൾ വീട്ടിലേക്കൊരു ഫോൺ വന്നു. എന്നിട്ട് വാപ്പാനെ വിളിച്ച്, ഞാൻ ഒന്നും അറിയണില്ല, വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വാപ്പ ചോദിച്ചാൽ നിന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചാൽ. അപ്പോൾ എനിക്കറിയില്ല. അത് അപ്പോൾ തന്നെ ചോദിച്ചു എത്ര സബ്ജക്റ്റിന് ഫെയിലായിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ 3 ഫെയിലായിട്ടുണ്ടെങ്കിലും ഞാൻ 2 പറഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ അപ്പോൾ 2 സബ്ജക്റ്റിന് ഫെയിലായാൽ സ്കൂളിൽ നിന്ന് വിളിപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നാളെ പോയി നോക്കാമെന്ന്. അങ്ങനെ എന്നെ അസംബ്ലിക്ക് അവിടെ കയറ്റിയിട്ടില്ല. സ്കൂളിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ വാപ്പ മാത്രം. ഓക്കെ, വാപ്പ വേറെ ആരും ഇല്ല, വാപ്പയും ഇത്താത്തയും കൂടിയാണ് സ്കൂളിൽ ചെന്നത്.
പ്രിൻസിപ്പൾ വിളിപ്പിച്ചു പറഞ്ഞ് സനൂപിൻ്റെ പെർഫോമൻസ് വളരെ ദാരുണമാണ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഫെയിൽ ആയിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഈ പയ്യൻ 12th സ്റ്റാൻഡേർഡിൽ ചെന്ന് എന്തായാലും ഫെയിൽ ആവുന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല 12th എക്സാം എഴുതിപ്പിക്കാനായിട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ തന്നെ എന്നെ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചോളാം, ഇങ്ങനെ പഠിച്ചോളാം, കുഴപ്പമൊന്നുമില്ല എന്നാണ്. അങ്ങനെ ടീച്ചർ 12th എക്സാമൊക്കെ എഴുതിപ്പിച്ചിട്ട് എന്തോ ഭാഗ്യം കാരണം 12th 70% മാർക്ക് കിട്ടി. എല്ലാം കൂടി ആവറേജിൽ കറക്റ്റ് 70% മാർക്ക് കിട്ടി. അപ്പോൾ പിന്നെ 12th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും, വാ എഞ്ചിനീയറിംഗിന് പോവാം, നമുക്ക് എഞ്ചിനീയറിംഗ് പോവാം, എല്ലാവരും എഞ്ചിനീയറിംഗ്. പക്ഷെ അന്നൊരു പ്രശ്നം പറ്റിപ്പോയി എന്താണെന്ന് വെച്ചാൽ മാത്സിന് 46% മാർക്കുള്ളൂ. അന്നൊരു കുഴപ്പമുണ്ട്, അന്ന് മാത്സ് മിനിമം 50% വേണം എഞ്ചിനീയറിംഗ് എടുക്കാനായിട്ട്. അന്നെന്ന് പറഞ്ഞാൽ 2009 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആ റിസഷനൊക്കെ കഴിഞ്ഞ ടൈമാണ്. കമ്പ്യൂട്ടർ സയൻസ് തന്നെ ആർക്കും വേണ്ടാത്ത ബ്രാഞ്ചായിരുന്നു. പക്ഷേ ഇവിടെ സീറ്റൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. പക്ഷേ മാത്സിന് മാർക്ക് 50% ഇല്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു. അങ്ങനെ ഞാൻ മംഗലാപുരത്ത് എൻ്റെ നെയ്ബറും കൂടി ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് PA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. അവിടെ ചെന്ന് അവിടെ ചേർത്ത് അങ്ങോട്ട് വീണ്ടും എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് അന്ന് താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു. ഓക്കെ, മാത്സ് ഇഷ്ടമല്ലെങ്കിലും ഇപ്പോൾ എല്ലാവരും വിചാരമാണ് മാത്സ് എന്ന് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാത്സ് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ മാത്സ് മാത്രമല്ല, വേറെ പലതും ഉണ്ട്. പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്. പക്ഷേ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കണം. അതിൻ്റെ കൂടെ 2 മാത്സ് പേപ്പറും. ഫസ്റ്റ് സെം കഴിഞ്ഞ് മാത്സ് ജസ്റ്റ് പാസ് 35, സെക്കൻഡ് സെമ്മും 35, തേർഡ് സെമ്മും 35, ഫോർത്ത് സെമ്മും ജസ്റ്റ് പാസ് 35. അങ്ങനെ മാത്സ് ക്ലിയറായി കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മാത്സ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഞാൻ. അന്നിപ്പോൾ എനിക്കിപ്പോൾ ഫേസ്ബുക്കിൽ പഴയ മെമ്മറീസിലൊരു കമൻറ്റ് വന്നു. ഞാനിങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തായ ജോർജ് എഴുതി വെച്ചിട്ടുണ്ട്, നീയാണ് കോളേജിലെല്ലാവരും മാത്സ് പഠിപ്പിക്കണമെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു. പക്ഷേ അന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴും 2000 അതൊരു സ്റ്റോറി കേട്ടോ എങ്ങനെയാണെന്നുള്ള ഇത്. 12ാം ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ സെൻസെക്സും നിഫ്റ്റി എന്നൊക്കെ TV കാണും. ഞാൻ വാപ്പാൻ്റെ അടുത്ത് ചോദിക്കും, അപ്പോൾ എന്താ ഈ സെൻസെക്സും നിഫ്റ്റി എന്താണെന്ന് വെച്ചാൽ വാപ്പ അപ്പോഴേ പറഞ്ഞു, ഇത് കൊമേഴ്സ് എടുത്തിരുന്നെങ്കിൽ നിനക്ക് ഇതൊക്കെ സുഖമായിട്ട് പഠിക്കായിരുന്നു, ഇപ്പോൾ മാത്സ് അല്ലല്ലോ, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്ത കുറേ പിള്ളേരുടെ അടുത്ത് പോയി ചോദിച്ചു, അവർക്കും അറിയില്ല. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, BTech പഠിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരണം എന്നില്ല, അതേപോലെ തന്നെ വരാൻ പാടില്ല എന്നില്ല. അതേപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ BCom പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ ഫീൽഡ് അറിയണമെന്നുമില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ കുറേ പഠിക്കും, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, d/dx ഓഫ് f(x), ഫിസിക്സ് തിയറി എന്ന് കുറേ പഠിക്കും, തിയറംസും അതും ഇതൊക്കെ കുറേ വർഷങ്ങളും ഡേറ്റ്സൊക്കെ പഠിക്കും. പക്ഷെ കുറേ പഠിച്ച് അത് അങ്ങനെ എക്സാമിന് എഴുതി മാർക്ക് കിട്ടുമല്ലായിരിക്കും. എന്തിനാ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആർക്കൊരു ഉത്തരവില്ല. അങ്ങനെ ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരൂർ ചെന്നപ്പോൾ അവിടെ എൻ്റെ ഉമ്മാൻ്റെ ബ്രദർ മാമ ഇത് ട്രേഡ് ചെയ്യുന്നത് കണ്ട്. അത് പുള്ളി എല്ലാം എനിക്ക് പറഞ്ഞു തന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. ഓക്കെ, അതിശയം തോന്നപ്പോൾ ഞാൻ വാപ്പാൻ്റെ അടുത്ത് തോന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഷെയ്മാമ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ വാപ്പ മനസ്സിലായി, ഓക്കെ ഇപ്പോൾ എന്തായാലും 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിരിക്കണേണ്, ജസ്റ്റ് ഓക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ വാപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫയൽ എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞത് ഞാൻ പണ്ട് 94-95 കാലഘട്ടങ്ങളിൽ ഞാൻ വാങ്ങിച്ച് ഷെയർസാണ്, സർട്ടിഫിക്കറ്റ് ആയിട്ടിരിക്കണ, അന്ന് കടയിൽ ഒരാൾ വന്നിട്ട് ഇടിപ്പിച്ചതാണ്, ഇതിൻ്റെ സ്റ്റാറ്റസൊക്കെ എന്താണെന്ന് പോയി അന്വേഷിച്ചിട്ട് വാ, ഓക്കെ, എന്നിട്ട് നീ ഒരു അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് അവർ പറഞ്ഞു തരും ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ 2009 ജൂൺ ജൂലൈ മാസം ഞാൻ MG റോഡിലെ കോട്ടക് സെക്യൂരിറ്റീസിൻ്റെ ഓഫീസിലേക്ക് ചെന്ന് അന്ന് എന്നിട്ട് ഇതാണ് ഫയൽ ഇപ്പോഴും ഉണ്ട്, ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലാണ്. ഈ ഫയൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്ലിയർ ആണോ എന്നറിയില്ല, കാണാൻ പറ്റും ഓരോ കമ്പനീസിൻ്റെ ഷെയർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് ഡിമാറ്റിൻ്റെ ഫോമാണ് കൊട്ടക്കിൻ്റെ, ക്ലിയർ ആവുമോ എന്നറിയില്ല. ഇപ്പോൾ BPL ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, പണ്ട് പാലക്കാടുള്ള കമ്പനിയാണ്. പണ്ട് എല്ലാവർക്കും ഭയങ്കര
ക്യൂ ഒക്കെ നിന്ന് എടുത്തിരുന്ന ഷെയർ, പക്ഷെ ഇന്ന് ആ കമ്പനി ഇല്ല. അപ്പോൾ ഈ കമ്പനീസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ട് ചെന്നിട്ട് ഞാൻ കൊട്ടക്കിൻ്റെ ഓഫീസിൽ ചെന്നു. കൊട്ടക്കിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവരപ്പോൾ തന്നെ അന്ന് കൊട്ടക് ട്രിനിറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ്. അതെടുത്തോ, 10,000 റുപ്പീസ് മിനിമം വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു. ബിടെക് ജസ്റ്റ് കയറിയിട്ടില്ല, മുന്നേ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിട്ടി. ഈ സാധനമൊക്കെ വീട്ടിലേക്ക് എത്തി. ഈ സാധനം ഇപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പാസ്വേഡൊക്കെ വീട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു ആ സാധനം ഹോസ്റ്റലിലേക്ക് അയച്ചു തരാൻ പറഞ്ഞു, മംഗലാപുരത്താണ്. വാപ്പ അയച്ചു തരാമെന്ന് പറഞ്ഞ് ആദ്യം കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ സാധനം കിട്ടി. അതിലിവിടെ എൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, വാപ്പ പേന കൊണ്ട് എഴുതിയിട്ടൊരു ഒപ്പിട്ടിട്ടുണ്ട്, പ്ലീസ് ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ആദ്യമായിട്ട് 4 ഷെയർ, ഫെഡറൽ ബാങ്കിൻ്റെ 4 ഷെയർ 2009 ഒക്ടോബർ മാസം വാങ്ങിച്ചു. അടുത്ത ദിവസം നോക്കിയപ്പോൾ പ്രോഫിറ്റ്, 100ഓളം പ്രോഫിറ്റ്. അതിശയമായിരുന്നു അന്ന്. എനിക്ക് അപ്പൻ്റെ ഷെയർസൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയപ്പോൾ ഏകദേശം ഒരു 30,000-40,000 റുപ്പീസ് വർത്തുള്ള ഷെയർസ് എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പം അന്ന് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണെന്ന് വെച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൽ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷെയറാണ് ഫിനോലെക്സ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ ഉണ്ടായിരുന്നു. ഞാൻ 20 രൂപയ്ക്കാണ് 2009 വിറ്റത്. ഇന്ന് എൻ്റെ വില 600 രൂപയാണ്. അതേപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഷെയർ ഉണ്ടായിരുന്നു. 220 റുപ്പീസാണ് ഞാൻ അന്ന് സെല്ല് ചെയ്തത്. ഇന്ന് അതിൻ്റെ വില എത്രയെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ 2009 കൊട്ടക് സെക്യൂരിറ്റീസ് അക്കൗണ്ടൊക്കെ എടുത്ത് 2010 ആയപ്പോൾ എൻ്റെ ബ്രോക്കറേജ് കൂടുതലായിരുന്നു. 2010 ജിയോജിത്ത് എനിക്കൊരു ഓഫർ തന്നു, 0.3% ഒരു അക്കൗണ്ട് തന്ന്. അങ്ങനെ അവർക്ക് അന്ന് നോക്കിയയുടെ സിംബിയൻ സീരീസ് ഫോണാണ്, ജാവ ഫോണാണ്, സിംബിയൻ ഫോണാണ്. അവർക്ക് ഫ്ലിപ്പ് മീ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അന്ന് GPRS 4G ഒന്നുമില്ല, 3G GPRS ഒക്കെ വെച്ച് നടക്കുന്ന ടൈമിൽ അങ്ങനെ കുറേ ട്രേഡ് ചെയ്ത് ബിടെക്കിൽ അങ്ങനെ ട്രേഡിങ്, കുറേ എക്സ്പോഷറും കുറേ അബദ്ധങ്ങളും പറ്റി, കുറേ അതിശയങ്ങളും കുറേ കഥകളും ന്യൂസൊക്കെ വായിച്ചു തുടങ്ങി. ഇതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയതും. അന്നും എനിക്ക് പല കാര്യങ്ങളും അറിയില്ല. കൂടെ ഓക്കെ ജിയോജിത്തിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്, നമുക്ക് ട്രേഡ് ചെയ്യാം, ഇത്രയും മാത്രമേ അറിയുള്ളൂ. എൻ്റെ വിചാരം ഈ ജിയോജിത്ത് എല്ലാം ഓക്കെ കമ്പനി ഓപ്പറേറ്റഡ് ബ്രാഞ്ചസ് ആണ് എല്ലായിടത്തും. അങ്ങനെ 2013 ഇതായി, എന്താ പറയുക, ബിടെക് കഴിഞ്ഞു പോയി. 2013 ഒരു കൊല്ലം വർക്ക് ചെയ്തു. അങ്ങനെ 2013 സെറോദയുടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത്. അന്നൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ബ്രോക്കറേജ് പേ ചെയ്യുമ്പോൾ സെറോദ ഫ്രീ ബ്രോക്കറേജ് ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത്. എനിക്ക് അത് വിശ്വസിക്കാൻ തന്നെ പറ്റില്ലായിരുന്നു. അന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇതൊക്കെ സ്കാം ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം വന്നു. ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിലേക്ക് എൻ്റർ ചെയ്ത് 2014 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് ജോയിൻ ചെയ്ത്. MBAക്ക് ജോയിൻ ചെയ്തപ്പോൾ അന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് കാരണം ഞാൻ ജിയോജിത്തിന് അങ്ങോട്ട് മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കോളേജിലൊരു പ്രോഗ്രാം നടത്താം, ഒരു അവയർനെസ് പോലെ നമുക്ക് കൊടുക്കാം, എനിക്ക് 10,000 റുപ്പീസ് തരണം, ഞാൻ പ്രസൻറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവരപ്പോൾ തന്നെ റിപ്ലൈ ചെയ്തു. അവർ പറഞ്ഞു നമ്മൾ വന്നിട്ട് പരിപാടി നടത്താം, 10,000 റുപ്പീസൊക്കെ തരാം, ഒരു 100 അക്കൗണ്ട് വേണം, അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അവർ വന്നിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പോണത്. അവരൊരു മാർക്കറ്റിംഗ് ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനായിരിക്കും. ഞാൻ റിപ്ലൈ ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഡയറക്റ്റ് കോളേജിനെ വിളിച്ചിട്ട് അവർ കോളേജിൽ വന്ന് അങ്ങനത്തെ ഒരു പരിപാടി നടത്തി. അന്നും എനിക്ക് ഇങ്ങനത്തെ ബ്രോക്കിംഗ് ഫേംസിൽ ഫ്രാഞ്ചൈസി എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അറിയില്ലായിരുന്നു. അതിനുശേഷം ഇതൊരു വേറൊരാളുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ ഞാൻ ജിയോജിത്തിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരുടെ എൻട്രി ബാരിയേഴ്സ്, അതായത് ഈ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് മനസ്സിലായി. സോ ജിയോജിത്തിനെ വിട്ടിട്ട് പിന്നെ മോട്ടിലാൽ ഓസ്വാളായിട്ട് ഓത്തറൈസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങി, ഷെയർഖാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ 2017 ആയപ്പോൾ സെറോദയായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. 2018 അപ്സ്റ്റോക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ 2016 മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത്. അത് നല്ല രീതിയിൽ പോയി. അങ്ങനെ 2018 ഇൻഷുറൻസ് ഫീൽഡിൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഉള്ളൊരു വിശ്വാസം, ഓക്കെ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് തട്ടിപ്പാന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നമ്മളിതാണ് കാണുന്നത്. ഇൻഷുറൻസ് ആളുകൾ വിൽക്കണം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരാളുടെ റിലേറ്റീവിനെ വിളിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പിടിക്കും, എന്നിട്ട് അവർ വഴി അങ്ങോട്ട് ഫോഴ്സ് ചെയ്തിട്ട് തലയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെയായിരുന്നു ഇൻഷുറൻസ് കൊണ്ടുവന്നിരുന്നത്. ഞാൻ
MBAക്ക് പഠിക്കാനായിട്ട് ധനലക്ഷ്മി ബാങ്കിൽ പോയിട്ട് ഒരു ലോണിന് വേണ്ടി ചോദിച്ചപ്പോൾ അവർ ലോണൊക്കെ തരാം, പക്ഷേ ഈ ഇൻഷുറൻസ് എടുക്കണം എന്ന് വരെയും പറഞ്ഞു തന്നു. അങ്ങനെ ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ പക്ഷേ ലോൺ എടുത്തില്ല, ഇൻഷുറൻസ് എടുക്കേണ്ട വന്നില്ല. അപ്പം അന്നേ ഒരു ഇൻഷുറൻസിനൊരു ചീത്തപ്പേരുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ഈ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആകെ 2 ഇൻഷുറൻസേ ഗുണമുള്ളൂ. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, ഒന്ന് ടേം ഇൻഷുറൻസ്. അപ്പോൾ അത് രണ്ടിലേക്കും എൻറ്റർ ചെയ്ത് അത് രണ്ടും സെല് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് കയറിയത്. ഏറ്റവും ഒരു കാര്യം പറയാനുള്ള ഈ ഫാദേഴ്സ് ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി എന്നെ ശരിക്കും ഇങ്ങോട്ട് ഗൈഡ് ചെയ്തതും ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന എൻ്റെ വാപ്പയാണ്. ആദ്യമായിട്ട് പണ്ടൊക്കെ ബർത്ത്ഡേ ഇങ്ങനെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചെന്ന് ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കാൻ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ ബർത്ത്ഡേസ് ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 2012 നമ്മൾ വീട്ടിലെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു കാര്യം ചെയ്യുക, എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, സെലിബ്രേറ്റ് ചെയ്യാൻ രാത്രി വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 12ാമത്തെ ബർത്ത്ഡേ വീട്ടിൽ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്തു. പെട്ടെന്ന് അറിയിച്ചുകൊണ്ട് അറയിൽ ഗിഫ്റ്റ് ഇല്ല. പക്ഷേ ഗിഫ്റ്റ് തരാതെ പോകാൻ പറ്റൂലല്ലോ, ബർത്ത്ഡേ ആണല്ലോ. എല്ലാവരും 100ഉം 200ഉം രൂപയൊക്കെ ആയിട്ട് തന്നു. അന്ന് എൻ്റെ കയ്യിൽ 600 രൂപ ഉണ്ടായിരുന്നു. 600 രൂപ ഞാൻ 10 രൂപയുടെ നോട്ടായിട്ട് ഇങ്ങനെ കെട്ടി വെക്കും, ഡെയിലി എണ്ണി വെക്കുകയും. അങ്ങനെ 2003 അപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തായാലും ഇത്രയും പൈസയല്ലേ, നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, 1000 രൂപയാവുമെന്ന് പറഞ്ഞു. ഞാൻ ആവും പറ്റൂല, 1000 രൂപ എൻ്റെ കയ്യിൽ 600 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് 1000 രൂപ പോവില്ല, അത് മിനിമം ഡെപ്പോസിറ്റാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ 600 ഉള്ളൂ എന്ന് എനിക്കറിയാം, 400 രൂപ ഞാനിടാം, എന്നിട്ട് അത് മിനിമം കീപ്പ് ചെയ്താൽ മതി, എന്നിട്ട് അത് ഇതാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 2013 ധനലക്ഷ്മി ബാങ്കിൽ ഒരു പെരുന്നാൾ ദിവസം എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തന്ന്, ഒരു ജോയിൻ്റ് അക്കൗണ്ടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 600 രൂപയും 1000 രൂപയും ഡെപ്പോസിറ്റ് ചെയ്ത് ആ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട്. ഇതാണ് ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡ്, ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ സേവിങ് എങ്ങനെയാണെന്ന് പഠിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ബാക്കി കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുപോയി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ സേവിങ് പഠിച്ചുകൊണ്ട് പല കാര്യങ്ങളും വാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാങ്കിൽ പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെല്ലാൻ എങ്ങനെ അടയ്ക്കണത്, ചെക്ക് ബുക്ക് കൊണ്ടുള്ള ഗുണം എന്താണ്, ഓരോ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും ബിടെക് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ആവാൻ പറ്റൂല. ബിടെക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ബിടെക് പഠിച്ചുകൊണ്ട് എന്തോ ആവട്ടെ, വേറെ കാര്യം. അല്ലാതെ BCom പഠിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് തിയറിയാണ്. അത് കഴിഞ്ഞിട്ട് ഏത് ഫീൽഡ് വേണമെന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണ് ആ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു ബേർഡനായിട്ട് തോന്നാതിരിക്കുന്നത്. അതേപോലെ തന്നെ മിക്ക പാരൻസുകളും എല്ലാവർക്കും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഓക്കെ മോനെ എഞ്ചിനീയറാക്കുക, ഡോക്ടറാക്കുക, പക്ഷെ അവർക്ക് വേറെ താല്പര്യമായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫീൽഡ് ഇത് ടഫാണെങ്കിൽ ഓക്കെ ആ ടഫാണെന്ന് വിചാരിച്ച് നോക്കാതിരിക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കി ടഫാണെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നില്ല, അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് തോന്നുമെങ്കിൽ അങ്ങോട്ട് നിർത്തിയേക്കണം. അല്ലാതെ അത് ടേസ്റ്റ് ചെയ്യാതെ ഓക്കെ അത് നല്ല ബോറാണ്, എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ എന്ത് ഫീൽഡാണെങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നിർത്താം. പാഷൻ എന്ന് പറഞ്ഞ സാധനം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് നമുക്കത് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ആ ഫീൽഡിലേക്ക് പോയാൽ യു ക്യാൻ എക്സൽ, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇത്രയും വെറുത്ത് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് എനിക്ക് ഇല്ലായിരുന്നു, മാത്സ്. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതിന് ശേഷം പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ലൈഫിൽ ആവശ്യമുള്ള കുറേ മാത്സും കാര്യങ്ങളും റേഷ്യോസൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്സിനോടൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷേ എവിടെ ചെയ്യണം എന്നുള്ള കാര്യം ആരും പറയൂല. അങ്ങനെ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പഠിക്കണത്. അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് പാരൻസ് ഓക്കെ എന്താണ് ചില ആളുകൾ ഞാൻ പറയണേ അവന് എനിക്ക് എന്താ ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയില്ല, അവന് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എല്ലാ പാരൻസും മക്കളെ ഗൈഡ് ചെയ്ത് കൊടുത്ത് അവരത് ട്രൈ ചെയ്ത് നോക്കി അത് പോരാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് നിർത്തിയേക്കാം, അത്രയേ ഉള്ളൂ. സ്കില്ലില്ലാത്ത ആരുമില്ല ലൈഫിൽ, എല്ലാവർക്കും സ്കില്ലും കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അത് കണ്ടെത്താം, അതാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതാണ്. നമ്മൾ
ഒരു കാര്യം നമുക്കൊരു സംഭവം എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ഓരോ കൊല്ലം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകും. നമുക്കത് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണെങ്കിൽ പിന്നെ നമ്മൾ അത് നമുക്കൊരു വർക്കായിട്ട് തോന്നില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്തിരിക്കും. അപ്പോൾ ഇതെൻ്റെ വാപ്പാക്ക് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇത് വാപ്പാക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പറഞ്ഞു തരുന്ന ആളാണ് വാപ്പ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് എടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അറിയില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു തരും. ആർഗ്യൂ ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട. നമ്മളെപ്പോഴും ഓരോ പോയിൻറ്റ്സ് വരുമ്പോൾ ഡിബേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യും. എപ്പോഴും ഉള്ളതാണ്. പക്ഷേ അതൊക്കെ നല്ലതാണ്. ഹെൽത്തി ആർഗ്യുമെൻറ്റാണ്. അതെല്ലാം നല്ലതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ആർഗ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും, എനിക്കും എൻ്റെ ഫാദറിനും രണ്ടുപേർക്കും ഒരേ സ്വഭാവം എന്നുള്ള കാര്യം ആർഗ്യുമെൻറ്റിലൊക്കെ. പക്ഷെ അതൊക്കെ ഒരു രസമാണ്. എല്ലാവരുടെയും ഇൻപുട്സ്, നമ്മളെല്ലാവരുടെയും ഇൻപുട്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഏത് ഫീൽഡിലേക്ക് പോകണം, ഏത് ഫീൽഡിൽ എക്സൽ ചെയ്യണം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഒരു ബാരിയറും അല്ല. നോളജാണ് പ്രധാനം. ഇനി നോളജ് ഇല്ലെങ്കിൽ അത് എക്വയർ ചെയ്തെടുക്കാം. ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ യോർ സെൽഫ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വാങ്ങിക്കണത് അതൊന്നുമല്ല. നമ്മുടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, ഓരോ ട്രെയിനിങ്സിന് പോയി ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച്, അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ഒരു ചൊല്ലുണ്ട്, ഇഫ് യുവർ ചൈൽഡ് ആസ്ക് ഫോർ എ ഫിഷ് ഗെറ്റ് ഹിം എ ഫിഷിംഗ് റോഡ് എന്ന് പറയും. യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയും, അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ, അതോടെ തീർന്ന്. പക്ഷേ അതിനെക്കാട്ടി നല്ലൊരു വഴി എന്ന് പറഞ്ഞ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം എങ്ങനെ നേടാം എന്നുള്ളത് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആൾ സ്വന്തം നേടിയിരിക്കും. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഞാൻ എല്ലാം പാരൻസിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. കമൻറ്റ് ചോദിച്ചതിന് താങ്ക്സ്. ഇങ്ങനത്തെ കുറേ പഴയ കാര്യങ്ങൾ പറയാൻ പറ്റിയത് ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് താങ്ക് യു. അപ്പോൾ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.